ആമസോണിൽ നിന്ന് 1500 രൂപയ്ക്ക് വാങ്ങിയ മിനി കോഡ്ലെസ് റോട്ടറി കിറ്റാണിത്. ഇത് വെച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ എൻജിൻ കേസ് പോളിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. സംഭവം കാണാനൊക്കെ ചെറുതാണെങ്കിലും അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യത്തിന് പവറുണ്ട് സംഭവം. എൻ്റെ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഫെൽറ്റ് എന്ന് പറയുന്നത് ഇതാണ് സാധനം. ഇത് ചെറുതുമാണ്, പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ്. ആമസോണിൽ നിന്ന് ഫെൽറ്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ക്രബിങ് പാഡ്, പിന്നെ ഏതായാലും വരണം ഈ ക്രോം പോളിഷ് ലിക്വിഡ്. നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് ടർട്ടിൽ വാക്സിൻ്റെ ആണ്. ഇത് കൊള്ളാവുന്ന സാധനമാണ്. പിന്നെ ഒരു വൈപ്പ് ചെയ്യാനായിട്ട് നോർമലി ഒരു തുണി, പിന്നെ ഒരുപാട് ഹാർഡായിട്ടുള്ള സ്റ്റെയിൻസൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ 1500 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാനുവലി നമ്മുടെ കൈ കൊണ്ടൊക്കെ ചെയ്യാനായിട്ട് പാടായിരിക്കും. അവിടെയൊക്കെ ഇത് വെച്ച് പിടിക്കാം. യൂസ്ഫുള്ളാണ് ഈ സാധനം. എഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്ഥലം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ആദ്യം പോളിഷ് എടുക്കുക, സ്ക്രബ്ബറിൽ ലേശം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടുത്തെ സ്റ്റെയിൻസിൻ്റെ ഒരു ഇതിനനുസരിച്ച് സ്ക്രബ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ഒരുപാട് സ്റ്റെയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം പണിയേണ്ടി വരും. ഫൈനൽ ടച്ചിനായിട്ട് നമ്മുടെ ലിക്വിഡ് നോർമൽ ക്ലോത്തിലെടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് റബ്ബ് ചെയ്യണം. ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലിയർ ക്ലോത്ത് എടുത്തിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ മേളിലുള്ള റെസിഡ്യൂ എല്ലാം ഒന്ന് റബ്ബ് ചെയ്ത് കളയണം. റബ്ബ് ചെയ്ത് നോർമലി റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് പോളിഷ് ആവും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. ഏകദേശം ഈ സൈഡ് വെറുതെ ഒരു ടെസ്റ്റ് ഡോസിന് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡ് ഒരു ഏകദേശം ചെയ്യണം. ഇനി ഒരു 2 കോട്ടും കൂടെ ചെയ്യണം. ഇന്നലെ ചെയ്തതാണ്. ഏകദേശം ഒരു ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 2 തവണ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും. ഇവിടെ ചെയ്യാനുണ്ട് ബാക്കി സ്ഥലം. ഇതിപ്പം നമ്മൾ ചെയ്ത ഏരിയ. ഇനിയും പണി ബാക്കിയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു 1/2-3 മണിക്കൂർ പണിയുടെ ഔട്ട്പുട്ടാണിത്. ഇനി ഒരു 2 തവണ കൂടെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പള എന്നിരിക്കും. ഇതായിരുന്നു മുമ്പത്തെ കേസിങ്ങിൻ്റെ അവസ്ഥ. അതിനാണ് നമ്മൾ തേച്ച് വെളുപ്പിച്ച് ഇപ്പോഴത്തെ പരുവത്തിലാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത വാട്ടി സന്ധിക്കും വരെ വണക്കം.